നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ സമ്പന്നതയുടെ, നമ്മുടെ കലയുടെ, സാഹിത്യത്തിന്റെ പ്രതീകമായി ഉടലെടുത്ത ഈ സ്വർണ്ണക്കുപ്പ്, ഇതിന്റെ സാംസ്കാരികമായ തനിമ, ഇതിന്റെ സ്വത്വം, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിലുള്ള ചില അടയാളങ്ങൾ അത് നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. ശംഖ് എന്നത് നമ്മുടെ നാദത്തെയും പ്രകൃതിയുടെ നാദത്തെയും നമ്മുടെ നാദത്തെയും ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഒരു തുറന്ന പുസ്തകമുണ്ട്. അറിവിന്റെ മൂന്നാം കണ്ണായിട്ട്, നമ്മുടെ മനുഷ്യന്റെ മൂന്നാം കണ്ണായിട്ട് നമ്മൾ കരുതുന്ന അറിവ്, അതാണ് ഈ പുസ്തകം. അറിവിലൂടെ പ്രഭുത്വം നേടാൻ തലമുറകളായി ശ്രമിക്കുന്ന മലയാളിയുടെ സംസ്കാര തനിമയുടെ, ബുദ്ധിയുടെ, പ്രബുദ്ധതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കലാകാരന്റെ ഭാവനയിൽ വൈലോപ്പള്ളിയുടെ, മലയാളത്തിന്റെ അനശ്വര കവിയായ വൈലോപ്പള്ളിയുടെ ചിന്തയിൽ കുളിർ കൊണ്ടതാണ് നമ്മുടെ ഈ പറയുന്ന ഈ സ്വർണ്ണക്കപ്പിന്റെ രൂപം. ഏറ്റവും മനോഹരമായി 3 പ്രതീകങ്ങളിൽ ഉടലെടുത്ത, 3 പ്രതീകങ്ങളിൽ അടയാളപ്പെടുത്തിയ നമ്മുടെ ചിന്തയുടെ, നമ്മുടെ സാഹിത്യത്തിന്റെ, നമ്മുടെ സംസ്കാര തനിമയുടെ ലോകമാതൃകയാണ് നമ്മൾ ഇവിടെ ഈ സ്വർണ്ണക്കപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സുവർണക്കപ്പ് ദർശിക്കുക എന്നത് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യമായി കരുതണം പ്രിയപ്പെട്ടവരെ. കാരണം ഇത് ഏറ്റവും മനോഹരമായ ഒരു കാവ്യ ബിംബമാണ്. ഏറ്റവും മനോഹരമായ ഒരു കാവ്യശില്പമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ശംഖുനാദത്തെയും പുസ്തകം അറിവിനെയും കൈകൾ അധ്വാനത്തെയും 7 വടകൾ ഇതിനുള്ളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുവർണകപ്പിൽ 18 ഇഞ്ച് ഉയരവും 12 ഇഞ്ച് വീതിയുമുള്ള ഈ മനോഹരമായ 107 പവൻ വരുന്ന ഈ സ്വർണ്ണക്കപ്പ് കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ അടയാളപ്പെടുത്തി ഉണ്ടാക്കിയെടുത്ത ഒരു മനോഹര കാവ്യബിംബമാണ്, ഒരു കാവ്യശീലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതാ ഇന്ന് ഈ മണ്ണിലൂടെ ഈ സംസ്കാര തനിമയിൽ ഉയർക്കൊണ്ട നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സാംസ്കാരിക പരിച്ഛേദത്തിൽ, കലയുടെ, സാഹിത്യത്തിന്റെ ഉളനിലമായ കേരളത്തിൽ ഉയർക്കൊണ്ട ഈ തത്വവും ചിന്തയും ഇന്നിതാ ഈ രാജവീഥികളെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഈ മുട്ടത്തിന്റെ ഈ രാജവീഥിയിലൂടെ രാജരഥത്തിൽ ഇതാ ഉടൻ തന്നെ കടന്നു വരികയായി. നമുക്ക് ഇത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം. നമ്മുടെ പൂർവികർ അടയാളപ്പെടുത്തിയ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കലയെയും മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ അടയാളമാണ് നമ്മുടെ സംസ്കാരവും കലയും ഒക്കെ. ഉടൻ തന്നെ പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പറയുന്ന കലാമാമകത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ഈ സുവർണക്കുപ്പ് ഇവിടെ എത്തിച്ചേരുന്നതാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ മഹനീയമായ വേദിയിലേക്ക് ഇങ്ങോട്ട് ഞങ്ങൾ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. ഈ സ്വർണ്ണക്കുപ്പ് കാണുവാനും അതിനെ കണ്ട് ഒന്ന് നിർവൃതിയെടുക്കുവാനും വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരെയും മുട്ടം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മളൊരു ഘോഷയാത്രയായി ഇതിനെ നമ്മൾ ഹൃദയത്തിലേറ്റി നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും തുടർന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കപ്പ് സ്വീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതുസമ്മേളനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒപ്പം തന്നെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ കലയുടെ മാമാങ്കത്തിന്റെ ഈ പ്രയാണത്തിന്റെ ഭാഗവാക്കാകുവാൻ ചരിത്രത്താളുകളിലേക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർണ്ണക്കപ്പ് ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഉടൻ തന്നെ